വിശാഖപട്ടണത്ത് നിന്ന് ഗരീബ്രഥിൽ സെക്കൻഡറാബാദ് പോവുകയാണ്. ആ ട്രെയിൻ രാത്രി 8:40 ഇവിടെ നിന്ന് പുറപ്പെടുന്നത്. ഇപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 8 ഇപ്പോൾ അവിടെ ഡിസ്പ്ലേയിൽ കാണിച്ചിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോകാം. എസ്കലേറ്ററൊക്കെ ഉള്ളത് വളരെ നന്നായി, അല്ലെങ്കിൽ വെയിറ്റും ചുമന്നുകൊണ്ട് പോകാമെന്നേ. പ്ലാറ്റ്ഫോം നമ്പർ 8 അത് എവിടെയാണാവോ? വിശാഖപട്ടണം റെയിൽവേ സ്റ്റേഷൻ്റെ ആകാശക്കാഴ്ച. നമ്മളങ്ങനെ പ്ലാറ്റ്ഫോം നമ്പർ 8 വന്നിരിക്കുകയാണ്. നമ്മുടെ ട്രെയിൻ ഇതാണ്. ഗരീബ്രഥ് അല്ലേ? G8. ഇത് തന്നെ 12739 സെക്കന്ദരാബാദ് വിശാഖപട്ടണം. നമ്മുടെ G6 ആണ്. G6 അവിടെ ഇതുണ്ട്. ഇത് ഡിസ്പ്ലേ എല്ലാം തുറന്നോ? AC ഒക്കെ ഓണാണോ? തണുപ്പൊന്നും ഫീൽ ചെയ്യുന്നില്ലല്ലോ. ട്രെയിൻ കണ്ടിട്ട് സോ ബ്യൂട്ടിഫുൾ, സോ എലഗൻറ്റ്, ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് എ വാവ്. ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് എ വാവ്. വാവ് എന്ന് പറയണമെങ്കിലേ പുറമശൊക്കെ നോക്കിയാൽ ആകെ കച്ചറ. അത് തുരുമ്പെടുത്ത് മറ്റേ തട്ടുപണികളൊക്കെ ചെയ്ത് ഇറക്കിയേക്കണമെന്ന് തോന്നുന്നു. ഗരീബ്രഥ് പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള രഥമല്ലേ, ഇത്രയൊക്കെ കാണുള്ളൂ. G6 നമ്മുടെ 73. ഇവിടെ പ്ലാറ്റ്ഫോം നമ്പർ 8 അത്യാവശ്യം സൗകര്യമൊക്കെ ഉണ്ട്. അതുപോലെ നല്ല വിഡ്ത്ത് ഉണ്ട്, ഷോപ്സ് ഇഷ്ടം പോലെ ഉണ്ട്. കൊള്ളാം. വീഡിയോ എടുക്കുന്ന ഒരു തീരുമാനം, ഒരു കുന്തവും അകത്തുനിന്ന് പുറത്തേക്ക് കാണൂല. കണ്ടോ, പിന്നെ ഉരച്ചു വെച്ചേക്കാണ്. 8:40 നമ്മുടെ ട്രെയിൻ എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ അകത്ത് നിന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഗ്ലാസ്സൊക്കെ അതുപോലെയാണ്, ഒപ്പേക്കാണ്, ഒന്നും കാണില്ല അപ്പുറത്തേക്ക്. വിശാഖപട്ടണത്തിന് വിടാം. പറ്റാവുന്നിടത്തോളം നമുക്ക് വീഡിയോ എടുക്കാം. റെയിൽവേ സ്റ്റേഷനുകളൊക്കെ എത്തുമ്പോഴൊക്കെ ചുവർ ചിത്രങ്ങളും മതിലുകളിലും പറ്റിയിട്ടുണ്ട്. ഗരീബ്രഥിൽ ആദ്യമായിട്ടാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. ശരിക്കും ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു ട്രെയിനാട്ടോ. 2 ബെർത്തിന് സ്ഥാനത്ത് 3 ബെർത്തൊക്കെ. 9:10 സമയം. ഡുവഡ എന്ന് പറഞ്ഞ സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. ഇത്രയും നേരം ഓൺ ടൈമാണ്. ഡുവഡ. അത് അങ്ങോട്ട് തിരക്കൊക്കെ കാണുന്നുണ്ട്. അവിടെ കുറച്ച് വെട്ടം വെളിച്ചൊക്കെ ഉണ്ട്. ട്രെയിൻ നീങ്ങുന്ന ഈ ട്രെയിനാണോ ഓടിച്ചേ? പച്ച ട്രെയിൻ അല്ലേ? ഇപ്പോൾ ടൈം 8:13. ഐ തിങ്ക് ദ ട്രെയിൻ ഈസ് റണ്ണിങ് എ ലിറ്റിൽ ബിറ്റ് ലേറ്റ്. നമ്മൾ അധികമൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ലല്ലോ, ബിക്കോസ് ഓഫ് ദി ഗ്ലാസ്. ഇറ്റ്സ് റിയലി ഒപ്പേക്ക്. ഇതിപ്പോൾ എവിടെ ഏത് റൂട്ടിൽ കൂടെ പോകണമെന്ന് മനസ്സിലാവുന്നില്ല. ഇറ്റ്സ് ലൈക്ക് സം ഔട്ടർ ഏരിയ, ലുക്ക് ലൈക്ക് എ ഫോറസ്റ്റ് ഏരിയ. എ ഹൈവേ ഈസ് ഗോയിങ് പാരലൽ ടു അവർ റെയിൽ റോഡ്, rail line. It's a Hyderabad Janagam highway. We cannot see it from here because it's all thick forest. Cannot call it a thick forest, kind of forest. ഒരാളിത് അവിടെ എന്തോ പറക്കി എന്തോ. വാട്ട് ഈസ് ഹി ഡൂയിങ്? അത്ര വലിയ ചില്ലിങ് വെതറൊന്നുമല്ല, അത്ര ഹോട്ട് വെതറുമല്ല. നമ്മൾ സൗത്തിലേക്കായാലോ, സോ ദാറ്റ് വിൻ്റർ തിങ് ഈസ് ഓവർ അല്ലേ. നമുക്കിനി സൗത്തിലേക്ക് അത്രയ്ക്ക് അങ്ങോട്ട് നമ്മൾ വിൻ്റർ ഫീൽ ചെയ്യാൻ പറ്റില്ല. ബാംഗ്ലൂർ കുറച്ച് തണുപ്പുണ്ടാവും, ബട്ട് ദാറ്റ് വി ക്യാൻ മാനേജ്. നോട്ട് ലൈക്ക് വി ഹാഡ് ഇൻ അമൃത്സർ ഓർ ജയ്പൂർ ഓർ ഈവൻ ലക്നൗ. ഓൺ ദി അതർ സൈഡ് ഇറ്റ്സ് സെയിം വാട്ട് വി സീ ഓൺ ദി ഓപ്പോസിറ്റ് സൈഡ്. ചെറിയൊരു ഫോറസ്റ്റ് പോലെ. നമ്മുടെ ഈ വ്ളോഗിങ് മെത്തേഡല്ല, എന്താ പറയുക, എന്തതിന് പറയുക, നമ്മൾ സ്റ്റൈൽ ഒന്ന് മാറ്റണമെന്നുണ്ട്. ജസ്റ്റ് ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്നത് മാത്രം, പിന്നെ എക്സ്പ്ലെയിനിങ് അബൌട്ട് ദ റെയിൽവേ സ്റ്റേഷൻസ് ആൻഡ് ഓൾ, അത് മാത്രം ഡസൻ എനിക്കെന്തോ അത്രയ്ക്ക് അങ്ങോട്ട് രസമായിട്ട് തോന്നുന്നില്ല. ഇതിപ്പോൾ നമ്മുടെ 17th day ഓഫ് ജേണിയാണ് അല്ലേ. ഇറ്റ് വാസ് എ ലോങ് ജേണി. ഫൈനലി നമ്മുടെ ജേണി ഏകദേശം അവസാനിക്കാറായി. നൗ വി ആർ ഗോയിങ് ടു റീച്ച് സെക്കൻഡറാബാദ്, then Bangalore and then home. Like in 3 days we'll be home. Atra I thought 8-10 days like it was good, then it got bored, because solo alle
സെക്കൻഡറാബാദ് ഒന്ന് ചുറ്റിക്കറങ്ങണം, കുറച്ചെങ്കിലും സ്ഥലങ്ങളിൽ. ലാസ്റ്റ് ടൈം വി ഹാഡ് റിയലി ഗുഡ് വെരി ബിഗ് പ്രോബ്ലം. നോ, ഐ ഗോട്ട് ഡയറിയ വെൻ ഐ വാസ് ഇൻ ഹൈദരാബാദ്. സോ ദിസ് ടൈം കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ട് നോക്കാം അല്ലേ. ഓക്കെ, ദ ട്രെയിൻ സ്റ്റാർട്ടഡ് മൂവിങ്. ചെറിയ ഫോഗൊക്കെ ഉണ്ട്, എന്നാലും നമ്മളെ നോർത്തിൽ കണ്ട അത്രയും വിസിബിലിറ്റി പ്രശ്നമില്ല. ഇറ്റ്സ് കൈൻഡ് ഓഫ് ഓക്കെ അല്ലേ. ട്രെയിൻ കുറച്ച് ഡിലേ ആയിട്ടാണ് റൺ ചെയ്യുന്നത്. ഐ തിങ്ക് ബൈ 9 we can reach Secunderabad. Can you see the moon over there? ചുക്ക് ചുക്ക് തീവണ്ടി, ഓടിപ്പായും തീവണ്ടി. തീവണ്ടി അതാ ഓടിക്കൊണ്ടിരിക്കുന്നു. തെലുങ്കാനയാണോ ഓർ ഇസ് ഇറ്റ് ആന്ധ്രാപ്രദേശ്? എനിക്കെപ്പോഴും കൺഫ്യൂസ്ഡാണ് ഞാൻ. എന്തിനായിരുന്നു അല്ലേ അവർ ആ സ്റ്റേറ്റ് സ്പ്ലിറ്റ് ചെയ്തത്? there was no need for that. ഇവിടെ കൃഷി ഇറക്കിയേക്കാണ്. പാഡി ഫീൽഡ് അല്ലേ? മറ്റേത് ഓയിൽ പാം അല്ലേ? എന്തോ ഒരു ഫൗൾ സ്മെല്ല് വരുന്നുണ്ട്. ദ മൂൺ ഈസ് ഫോളോയിങ് അസ്. എട്ട് 50 നമ്മൾ സെക്കൻഡറാബാദ് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി. അധികം ലേറ്റ് ഒന്നുമല്ല, ഒരു 10 minutes അത്രേ ഉള്ളൂ. ട്രെയിൻ ഒരു ഓക്കെ ട്രെയിനാണ്. ഒരു വൃത്തി കുഴപ്പമില്ല, അകത്ത് വൃത്തി തരക്കേടില്ല. പ്ലാറ്റ്ഫോം നമ്പർ 3 നമ്മൾ വന്നിറങ്ങിയത്. നമുക്ക് ഏതെങ്കിലും വെയിറ്റിംഗ് റൂമിൽ പോയി ഇരിക്കണം. ഇവിടെ എസ്കലേറ്റർ ഇല്ല അല്ലേ? ഈ സ്റ്റെപ്പ് മുഴുവൻ കയറണമല്ലോ. നമുക്കിനി 3 മണിക്കൂറുണ്ട്. ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് ഹോട്ടലിലേക്ക് നടക്കാം. 12 മണി വരെയൊക്കെ ഇരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും വെയിറ്റിംഗ് റൂമിൽ. എൻ്റെ പൊന്നെ, രാവിലെ തന്നെ നല്ല തിരക്കാണല്ലോ. എന്താ പ്രത്യേകത ഇത്ര തിരക്ക്? അപ്പർ വെയിറ്റിംഗ് റൂമിൽ പോയി ഇരിക്കാം. അപ്പർ ക്ലാസ് വെയിറ്റിംഗ് റൂമിൽ ഭയങ്കര തിരക്കാണ്. അവിടെ AC വെയിറ്റിംഗ് റൂമാണെങ്കിൽ ഒട്ടും സ്ഥലമില്ല. ഫോൺ ഇവിടെ ചാർജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഒരു കണ്ണവിടെ വേണം. നമുക്കെന്തായാലും ഹോട്ടലിലേക്ക് നടക്കാം. ഇവിടെ വെറുതെ ഇരുന്ന് സമയം കളയണ്ട. ഇവിടെയാണെങ്കിൽ ഒടുക്കത്തെ തിരക്ക്. ഇവിടെയും ചുവർ ചിത്രങ്ങളൊക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നുണ്ട് കേട്ടോ. ആരുടെയൊക്കെ പടാ? കൃഷ്ണനാണോ? അല്ലല്ലോ, എന്തൊക്കെയോ സംഭവം. മ്യൂറൽ ആർട്ട് അങ്ങനെ ഇതിനെന്താ പറയുന്നത്? നമ്മുടെ കൊടിയതാ പാറി പറക്കുന്നു. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഇഷ്ടപ്പെട്ടത് ഈ കൊടികളാണ്. അടിപൊളിയാട്ടാ. സെക്കൻഡറാബാദ് റെയിൽവേ സ്റ്റേഷൻ്റെ പുറംവശം. സെക്കൻഡറാബാദ് എന്ന് പറഞ്ഞാൽ ഹൈദരാബാദിൻ്റെ ഒരു ട്വിൻ സിറ്റിയാണ്. ഹൈദരാബാദ് സെക്കൻഡറാബാദ് അടുത്തടുത്താണ്. നല്ല തിരക്കേറിയ ഒരു റെയിൽവേ സ്റ്റേഷനാണ്. നമ്മുടെ നാളത്തെ ട്രെയിനും ഇവിടുന്ന് തന്നെയാണ്. ബുക്കിംഗ് ഓഫീസ്. ബസ്സുകളൊക്കെ പോകുന്നു. സെക്കൻഡറാബാദ് ബോറാബന്ദ. ഇവിടെ ബസ്സുകളുടെ തിരക്കാണല്ലോ. ഇപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ആയിരിക്കും പോകേണ്ടത്. വേറൊരു ബസ് കയറി വല്ലോ. എൻ്റെ പൊന്നെ, സെക്കൻഡറാബാദ് റെയിൽവേ സ്റ്റേഷൻ. അതെ, ഇലക്ട്രിക് ബസ്. ഇത് സെക്കൻഡറാബാദ് ടു എന്താ ഇത് വെച്ചേക്കണാവോ? ചാർമിനാർ സെക്കൻഡറാബാദ്. നമ്മൾ പോയിട്ടുള്ളതല്ലേ ചാർമിനാർ. ഓ, അവിടെ ബസ് സ്റ്റാൻഡാണോ? അതാണ് ഇത്ര തിരക്ക്. മെട്രോ ലൈനാണ് പോകുന്നത് മുകളിലൂടെ. ചെരുപ്പൊക്കെ ഹോൾസെയിൽ പ്രൈസിന്
വില കുറവൊക്കെ ആണെങ്കിലും വേണമെങ്കിൽ മേടിക്കാം. വീട്ടിലിടാനൊക്കെ ഉള്ളതൊക്കെ ഫിക്സ്ഡ് റേറ്റ്. അവിടെ ഷൂ ഒക്കെ എത്ര പ്രാവശ്യം ഉപയോഗിക്കാൻ പറ്റുമെന്നറിയില്ല. അവിടെ ക്ലോത്തിങ്സ് ഉണ്ട്. രണ്ട് മൂന്ന് ദിവസം നിന്നാലേ നമുക്ക് ബസ്സൊക്കെ ഏത് റൂട്ടാണെന്നൊക്കെ മനസ്സിലാവുള്ളൂ. ബസ്സൊക്കെ ബാക്കിൽ കൊണ്ടുവന്നിട്ട് ഫോണടിയാണ്. ഏതൊക്കെ വഴിയാണ് പോകുന്നതെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ലല്ലോ. സ്റ്റാൻഡിൻ്റെ അകമൊക്കെ, സ്റ്റാൻഡായിരിക്കും, അകമൊക്കെ ക്ലീൻ ചെയ്യുന്ന ലേഡീസുണ്ട് ഇവിടെയൊക്കെ. പരമാവധി ആൾക്കാർ വേസ്റ്റ് എറിയാതിരുന്നാൽ ഇത്രയും ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളും കൂടി ശ്രദ്ധിക്കണം, ജനങ്ങൾ കൂടി ശ്രദ്ധിക്കണം. ഇനി ഇവിടെയും ഈ മുറുക്കുമല്ല, എന്താ പറയുക, പാനൊക്കെ വെച്ച് വായിലിട്ട് തുപ്പുന്നതിൽ ഒരു കുറവുമില്ല കേട്ടോ. തെലുങ്കാന സ്റ്റേറ്റ് ആണല്ലോ. എനിക്ക് ഈ തെലുങ്കാനയും ആന്ധ്രയും സ്പ്ലിറ്റ് ആയപ്പോൾ ആ ഒരു കൺഫ്യൂഷനാണ്, ഏത് സ്ഥലം ഏത് സ്റ്റേറ്റിലാണെന്ന്. അവോയ്ഡ് ട്രിപ്പിൾ എന്തോ ഇത് കഴിഞ്ഞാൽ അവോയ്ഡ് റോങ് സൈഡ് ഡ്രൈവിംഗ്. ഓക്കെ, ഇവിടെയും കുറേ ഷോപ്പുകളുണ്ട്. ദക്ഷിണാഹാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യൻ ഫുഡ് എന്നല്ലേ. നമുക്ക് എന്തായാലും റൂമിൽ പോയി ഒന്ന് ബാഗൊക്കെ വെച്ചിട്ട് വല്ല ഫുഡ് കഴിക്കാൻ ഇറങ്ങാം. ഇവിടെ ഒരു ഉച്ച കഴിയുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എവിടെയെങ്കിലും പോകാൻ പറ്റുന്ന ഹുസൈൻ സാഗർ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പോയില്ലല്ലോ, അവിടെയൊക്കെ ഒന്ന് പോയി നോക്കാം. നമ്മുടെ വഴി തെറ്റിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഹോട്ടലിലേക്ക് ഒരു 850 മീറ്ററോളം ഉണ്ട്. ഓട്ടോക്കാരെ വന്ന് ചോദിക്കുക, കയറുന്നുണ്ടോ, പോകുന്നുണ്ടോ? നമ്മൾ നടക്കാൻ വേണ്ടി തന്നെ ഇറങ്ങിയതല്ലേ, നല്ല വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. ഇത് ബാലയ്യല്ലേ, വാല്യൂ സോൺ ഹൈപ്പർ മാർട്ട്, പട്ടൻചെറു. ഇവിടെ ഒരു ടെമ്പിൾ ഉണ്ട്, ജയ് ഹിന്ദ് ബന്ദ് ഗന്ധിമാസൈമ. ദേവീക്ഷേത്രമാണോ, ദുർഗാദേവിയാണോ? റോഡ് സൈഡിലൊക്കെയാണ് ക്ഷേത്രം. ഹോട്ടൽ സപ്തഗിരി, അത് മൂടി കിടക്കുന്ന ഹോട്ടലാണല്ലോ. എന്താല്ലേ സിറ്റിയുടെ നടക്കാൻ ഇതുപോലെ വലിയ ബിൽഡിങ്ങൊക്കെ അബാൻഡൻഡ് ആയിട്ട് കിടക്കുകയെന്ന് പറഞ്ഞാൽ ഇതൊരു സ്പേസാണ് പോകുന്നത്. പാർക്ക് റോയൽ ഹോട്ടൽ യാത്രി ഇൻ. ലോൺ വാല ലുക്കിംഗ് ഫോർ യൂസ്ഡ് കാർ ലോൺ. ഓപ്പോ നമുക്ക് കുറച്ചും കൂടി ചെന്നിട്ട് ലെഫ്റ്റിലേക്ക് തിരിയണം. അവിടെ ഹോട്ടൽ സപ്തഗിരി. അത് അടച്ചിട്ടൊക്കെ തന്നെയാണോ അത് ഓപ്പൺ ആണോ? ഇവിടെ അപ്പോൾസറി വർക്ക്സ് ആണല്ലോ. ബസ് നമ്പർ 290. അപ്പുറത്ത് മെട്രോ എക്സ്പ്രസ്. ഈ ബിൽഡിങ്ങൊക്കെ എം ടി ആണല്ലോ. കുറച്ച് ഓഫീസുകളൊക്കെ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം എം ടി ആണ്. നമുക്ക് ഇവിടെ നിന്നോ ലെഫ്റ്റ് തിരിയണം. മാ ബാപ് കി ദുആ. നമ്മൾ ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിയണം. അവിടെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ ഓഫീസ് കാണുന്നുണ്ട്. അത് ഇവിടുത്തെ റീജിയണൽ പാസ്പോർട്ട് ഓഫീസാണ്. ഈ റോഡിൽ നിന്ന് ലെഫ്റ്റ് തിരിയണം നമുക്ക്. ഇവിടെയൊക്കെ പാസ്പോർട്ട് അതിൻ്റെ ഫില്ല് ചെയ്യാനൊക്കെ ഉള്ള ഹെൽപ്പ് ചെയ്യുന്ന ഷോപ്പുകളൊക്കെ ഉണ്ട്. പാസ്പോർട്ട് എന്താണ് ഫോട്ടോസ്റ്റാറ്റൊക്കെ എടുക്കുന്നത്. അതെ, അവിടെ ശ്രീ ഗോകുലം ചിട്ടാൻ ഫിനാൻസ് ഉണ്ടല്ലോ. നാളികേരം. ഇതല്ലേ നമ്മുടെ ഹോട്ടൽ വൈഷ്ണവി. പൊന്നുട്ടിയുടെ പേരാ ഹോട്ടൽ വൈഷ്ണവി. ഫ്രണ്ടിലെ ബോർഡൊക്കെ എടുത്ത് കളഞ്ഞോ? അസംബ്ലി സ്റ്റേഷൻ. ഹോട്ടൽ വൈഷ്ണവി. രുചി റെസ്റ്റോറൻറ്റ്.
ഉണ്ടാവുമായിരിക്കും അല്ലേ, റണ്ണിങ് ആയിരിക്കും. റിസപ്ഷൻ ഇൻറ്റീരിയറൊക്കെ കൊള്ളാം. റിസപ്ഷൻ ഇസ് ദ ബാത്റൂം. ഓക്കെ, ഗുഡ്. ക്ലീനുള്ള ബാത്റൂം കിട്ടിയല്ലോ. ഇവിടെ ഇത്ര വാളിലൊക്കെ ചെറിയ ബ്ലെമിഷസ് ഒക്കെ ഉണ്ട്. അത് ഓക്കെ. ഇവിടെ എന്തൊക്കെയോ തെറിച്ചിട്ടുണ്ടല്ലോ. ദിസ് ഈസ് ഗുഡ്. ഓയോ, ആദ്യം തന്നെ പോയി ഫുഡ് കഴിക്കാം. എൻ്റെ പുറയിൽ കാണുന്ന തിരക്കും ക്യൂ ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പാസ്പോർട്ട് ഓഫീസുണ്ട്. അപ്പോൾ അതിലേക്കുള്ള ക്യൂ ആണ്. ഇത് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ വെസ്ലി ചർച്ച് സെക്കൻഡറാബാദ്. നമ്മൾ ഈ പള്ളി ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ. നല്ല പരിചയം ഇവിടെയൊക്കെ. ഇവിടെ എവിടെയോ ഒരു ഹോട്ടലുണ്ട്. അത് തന്നെ, തമത് ഹോട്ടൽ. അവിടെ പോയി നോക്കാം എല്ലാം കിട്ടുമെന്ന്. ഇവിടെയും പല പല പഴയ ഓൾഡ് ബിൽഡിങ്ങുകളാണല്ലോ. ഇത് ആ ഹോട്ടൽ റൺ ചെയ്യുന്നത് ഒരു ഓൾഡ് ബിൽഡിംഗ് ആണല്ലോ. ടൈം സ്ക്വയർ, ദ ലാൻഡ്മാർക്ക് ഹോട്ടൽ, ഹീലിംഗ് ടച്ച് ഹോസ്പിറ്റൽ. ഇവിടെ എന്താ, പിന്നെയും പോകുന്നു ഒരു ഇലക്ട്രിക് ബസ്. അതിൻ്റെ പുറകെ ഇലക്ട്രിക് അല്ലാത്ത ബസ്. ഉപ്പുകുട, കച്ചിക്കുട. ഇവിടെ ഒരു ഫാമിലി റെസ്റ്റോറൻറ്റ് റെനോവേഷനാണോ തല്ലിപ്പൊളിക്കുകയാണോ? നമുക്കിത് അവിടെ ക്രോസ് ചെയ്യാം. ഇത് കമത് ഹോട്ടലിൽ കയറാം. ആ ഹോട്ടലിലൊന്നുമില്ല. അതെന്തോ പഴകി ദ്രവിച്ച പോലെ കാണുന്നു. അവിടെ കാണുന്നതാണ് ക്ലോക്ക് ടവർ. മുകളിൽ കൂടെ മെട്രോ പോകുന്നു. നമുക്കിവിടെ കയറാം. ആനന്ദ് ടിഫിൻസ്, വെജിറ്റേറിയനാ. ഞാനൊരു കോഫിയും ഒരു മസാല ദോശയും ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഗീ മസാല ദോശയും പിന്നെ ഒരു കോഫിയും. ആനന്ദ് ടിഫിൻ, അതാണ് ഹോട്ടലിൻ്റെ പേര്. ക്ലോക്ക് ടവറിൽ നിന്ന് സമയം 12 മണിയായപ്പോൾ അടിക്കുന്ന ബെല്ല. ക്ലോക്ക് ടവർ ഇരിക്കുന്ന സ്ഥലത്തിലത്തെ ഗാർഡനാണ്. അങ്ങോട്ട് എൻട്രി പ്രവേശനം അനുവദിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആൾക്കാരവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. യശോദ ഹോസ്പിറ്റൽ, ഇവിടെ വാസൻ ഐ കെയർ, ബാറ്റ. നമ്മൾ ആദ്യം കണ്ട ആ പള്ളി. അവിടെ ആ പാസ്പോർട്ട് ഓഫീസിൻ്റെ മുന്നിലുള്ള തിരക്ക് ഇതുവരെ പറഞ്ഞിട്ടില്ല. ക്യൂ ഉണ്ട് ഇപ്പോഴും. ഇവിടെ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളൊന്നുമില്ലേ? ഒറ്റ പാസ്പോർട്ട് ഓഫീസിലാണോ എല്ലാവരും പാസ്പോർട്ട് എടുക്കാൻ വരുന്നത്? സെക്കൻഡറാബാദ് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുള്ളൊരു മാർക്കറ്റാണ്. ഡ്രസ്സുകൾ, അതുപോലെ തന്നെ പൂമാലകൾ, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. അങ്ങോട്ട് ഇതേ ക്ലോത്തിങ് സ്റ്റോറുകളാണ്, റോഡ് സൈഡ് ഷോപ്പ്. ഒരു റെസ്റ്റോറൻറ്റ് തപ്പി ഇറങ്ങിയതാണ്. മാർക്കറ്റിൽ എത്തിപ്പെട്ടു. ഇവിടെ എങ്ങും റെസ്റ്റോറൻറ്റും ഇല്ല, ഒന്നുമില്ല. മെയിൻ റോഡിലേക്ക് കയറണമായിരിക്കും. ഒത്തിരി നടക്കണം, അതാണ് കെണി. നടന്ന് വയ്യാതെയാവും. ഈ റൂട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ മെട്രോ റൂട്ടുള്ള ആ റൂട്ടിലേക്ക് കയറി അങ്ങോട്ട് കയറും. ഫ്രണ്ടിൽ മെട്രോ റൂട്ട് കാണുന്നുണ്ട്. അതിൻ്റെ സൈഡിൽ വല്ല റെസ്റ്റോറൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കയറാം. ഇതേ ഒരു മെട്രോ പോകുന്നു. ഇവിടെ ഒരു റാവസ് മെസ് ഉണ്ട്. അത്ര സെറ്റപ്പ് ഒന്നുമല്ല, എന്നാലും കയറി നോക്കിയാലോ. വെള്ളം കുടിക്കാതിരുന്നാൽ പോരെ. വേണ്ട, അവിടെ കയറണ്ട, അത്ര പന്തിയല്ല അത്. ദക്ഷിണ ആഹാർ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിൽ കയറി. ഞാനൊരു ബിരിയാണി ഓർഡർ ചെയ്തു.
ഇതാ ബിരിയാണി നല്ല ഹെവിയാന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് ഞാനൊരു ഐസ്ക്രീം കഴിച്ചു. ഫുഡ് ഐലൻഡ്. നമ്മളിന്ന് രാവിലെ നടന്ന വഴിയാണ്. ഈ അമ്പലമൊക്കെ കണ്ടത് ഓർമ്മയില്ലേ? കുത്തുന്ന പശുവുമ്പോ പോണ കണ്ടോ? പശുമ്പോ കുത്തും.